കേട്ടിട്ടുള്ള ഒരു ടേമാണ്. അപ്പോൾ നമ്മുടെ ചുറ്റും എവല്യൂഷൻ നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എവല്യൂഷൻ നമുക്ക് കണ്ടാലോ? ഹലോ, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ എന്താ കണ്ടിട്ടുള്ളത്? യെസ്, ഫോണിന്റെ എവല്യൂഷൻ ആണല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത്. പണ്ട് കാലത്ത് നമ്മൾ യൂസ് ചെയ്തിരുന്നത് ലാൻഡ് ഫോണുകളാണെങ്കിൽ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്മാർട്ട് ഫോണുകളാണ്. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെയാണ് മനുഷ്യന്മാരുടെ എവല്യൂഷൻ എന്ന് പറയുന്നത്. കുരങ്ങനിൽ നിന്നിട്ടാണ് മനുഷ്യന്മാരുണ്ടായിട്ടുള്ളത്. ഇവർ രണ്ടുപേരെയും നോക്കുന്ന സമയത്ത് ഒരു വലിയ ഡിഫറൻസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാരുടെ എവല്യൂഷൻ നടന്നിട്ടുള്ളത് മില്യൺസ് ഓഫ് ഇയേഴ്സ് വെച്ചിട്ടാണ്. ഓക്കെ, 5-6 ഇയേഴ്സ് വെച്ചിട്ടൊന്നല്ല, മില്യൺസ് ഓഫ് ഇയേഴ്സ് വെച്ചിട്ടാണ്. പക്ഷെ ഫോണിന്റെ എവല്യൂഷനോ ഏകദേശം ഒരു 5 to 6 ഇയേഴ്സിന്റെ ഗ്യാപ്പിലാണ് നമ്മുടെ ഫോണിന്റെ എവല്യൂഷൻ നടന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഫോണിൽ കുറേ ടെക്നോളജീസ് ഒക്കെ മാറുന്നതിന്റെ ഫലമായിട്ടാണ് ഈ ഫോണിൽ എവല്യൂഷൻ നടന്നിട്ടുള്ളത്. പക്ഷെ മനുഷ്യന്മാരിൽ മില്യൺസ് ഓഫ് ഇയേഴ്സ് ചേഞ്ചസ് നടന്നിട്ടാണ് കുരങ്ങനിൽ നിന്ന് മനുഷ്യന്മാർ ഇപ്പൊ പ്രസന്റ് ഡേ ഉള്ള നമ്മുടെ ഹ്യൂമൻ ബീങ്സ് ഒക്കെ ഇവോൾവ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ നമ്മുടെ ഹിസ്റ്ററി പഠിക്കുന്നത്, ലൈഫ് ഫോംസിന്റെ ഹിസ്റ്ററി പഠിക്കുന്ന നമ്മുടെ സയൻസിന്റെ ബ്രാഞ്ചിന് പറയുന്ന പേരാണ് എവല്യൂഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ, നമ്മൾ യൂസ് ചെയ്യുന്ന ഫോണിന് എന്താണ് എവല്യൂഷൻ നടന്നു. പണ്ട് ഹിസ്റ്ററിയിൽ അല്ലെ, പണ്ട് നമ്മൾ യൂസ് ചെയ്തിരുന്നത് ലാൻഡ് ഫോണുകളാണെങ്കിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് സ്മാർട്ട് ഫോണുകളാണ്. അതേപോലെ നമ്മുടെ ലൈഫ് ഫോംസിന്റെ ഹിസ്റ്ററി, പണ്ട് കാലത്ത് നമ്മുടെ ചരിത്രം പഠിക്കുന്ന ആ ഒരു സയൻസിന്റെ ഏരിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എവല്യൂഷൻ എന്ന് പറയുന്നത്.